രാജ്യത്തുള്ള ഒരു ശരാശരി മനുഷ്യന് 8 മണിക്കൂർ ജോലി ചെയ്താൽ അവന് എത്ര ദിവസം കൊണ്ടാണ് ഐഫോൺ 70 പ്രോ വാങ്ങാൻ സാധിക്കുക എന്നൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സാലറിയുടെ മാറ്റം പരിശോധിക്കുന്നത്. ഒരു സാധാരണ ഇന്ത്യൻ തൊഴിലാളിക്ക് 6 മാസത്തോളം തുടർച്ചയായി ജോലി ചെയ്ത് ആ വരുമാനത്തിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കാതിരുന്നാൽ മാത്രമാണ് ഐഫോൺ 70 പ്രോ സ്വന്തമാക്കാനാകുക. ഫിലിപ്പീൻസിൽ 101 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണ് ഒരു ഫിലിപ്പീൻ സ്വദേശിക്ക് ഐഫോൺ 70 സ്വന്തമാക്കാനാകുക. വിയറ്റ്നാമിൽ ഏകദേശം 99 ദിവസം തുടർച്ചയായി ജോലി ചെയ്യണം ഐഫോൺ 70 സ്വന്തമാക്കാൻ. തുർക്കി എന്ന രാജ്യത്ത് ഐഫോൺ 70 സ്വന്തമാക്കാൻ ഏകദേശം 89 ദിവസം ജോലി ചെയ്യേണ്ടതുണ്ട്. ബ്രസീലിൽ എത്തുമ്പോൾ ഇത് 77 ദിവസമായി മാറുന്നു. തായ്ലാന്റിൽ 61 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണ് ഐഫോൺ 70 സ്വന്തമാക്കാനാകുക. പിന്നീട് മലേഷ്യയാണ്. മലേഷ്യയിൽ 45 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണ് ഐഫോൺ 70 സ്വന്തമാക്കാനാകുക. ചിലിയിൽ ഐഫോൺ 70 സ്വന്തമാക്കാൻ ഏകദേശം 32 ദിവസം തുടർച്ചയായി ജോലി ചെയ്യേണ്ടതുണ്ട്. ഹംഗറിയിൽ എത്തുമ്പോൾ ഇത് 27 ദിവസമായിട്ടും പോർച്ചുഗലിൽ എത്തുമ്പോൾ ഇത് 24 ദിവസമായിട്ടും പോളണ്ടിൽ എത്തുന്ന സമയത്ത് ഇത് 17 ദിവസമായിട്ടും ചുരുങ്ങുന്നു. ചെക്കിയ എന്ന രാജ്യം, ഈ രാജ്യത്ത് ഏകദേശം 12 ദിവസം തുടർച്ചയായിട്ട് ജോലി ചെയ്താൽ ഐഫോൺ 70 നമുക്ക് വാങ്ങാൻ സാധിക്കും. സ്പെയിനിൽ ഇത് യഥാക്രമം 9 ദിവസവും, UAE, സിംഗപ്പൂർ, ഇറ്റലി എന്നീ 3 രാജ്യങ്ങളിലും 8 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ ഐഫോൺ 70 സ്വന്തമാക്കാൻ സാധിക്കും. ന്യൂസിലാൻഡിലും UK-യിലും 7 ദിവസവും, സ്വീഡനിലും ഫ്രാൻസിലും 6 ദിവസവും, കാനഡയിലും ജർമ്മനിയിലും 5 ദിവസവും, അയർലൻഡ്, ഫിൻലൻഡ്, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങളിൽ 5 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ നമുക്ക് ഐഫോൺ 70 വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നോർവേ, ഡെൻമാർക്ക്, നെതർലാൻഡ്, ബെൽജിയം, അമേരിക്ക ഈ 5 രാജ്യങ്ങളിൽ 4 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ നമുക്ക് ഐഫോൺ 70 പ്രോ സ്വന്തമാക്കാൻ സാധിക്കും. ഏറ്റവും പെട്ടെന്ന് ഐഫോൺ 70 സ്വന്തമാക്കാവുന്ന 2 രാജ്യങ്ങളാണുള്ളത്. സ്വിറ്റ്സർലാൻഡ്, മറ്റൊന്ന് ലക്സംബർഗ്. ഈ 2 രാജ്യങ്ങളിലും 3 ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ നമുക്ക് ഐഫോൺ 70 സ്വന്തമാക്കാനുള്ള പണം ഏൺ ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രധാന കാരണം ലക്സംബർഗും സ്വിറ്റ്സർലാൻഡും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള 2 രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലെ ഒരു മാസത്തെ ശമ്പളം തന്നെ പല രാജ്യങ്ങളിലെയും തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ വാർഷിക വരുമാനത്തെക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ പോലുള്ള ഒരു പ്രീമിയം പ്രോഡക്റ്റ് ഇവിടെ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറി പ്രോഡക്റ്റേ അല്ല, പലപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ ആക്സസറിയായി മാത്രം